Welcome to RK's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 5. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ മിലി കണ്ടത് തൊട്ടുപിന്നാലെ വന്നുകൊണ്ടിരുന്ന പോലീസ് ജീപ്പും അഗ്നിക്കിരയാകുന്നതാണ്. ശ്രാവണിയുടെ കൈ അവളുടെ കയ്യിൽ മുറുകി. ഇരുവശത്തും കത്തുന്ന തീജ്വാലകളുടെ വെളിച്ചത്തിൽ തെളിഞ്ഞ ശ്രാവണിയുടെ മുഖം അപ്പോൾ ഭയം കൊണ്ട് വിളറിയിരുന്നു. റോഡിന് ഇരുവശത്തുമുള്ള തോട്ടങ്ങളിൽ നിന്നും ആയുധങ്ങളുമായി ആളുകൾ ജഗത്തിനെ വളയുന്നത് മുന്നിലും പിന്നിലും ആളിക്കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ മിലി കണ്ടു. അവന്റെ കയ്യിലിരുന്ന ഇരട്ടക്കുഴൽ തോക്ക് ഭയാനകമായ ശബ്ദത്തോടെ ഗർജിച്ചു. ആക്രമിക്കാൻ ഓടിയെത്തിയവരിൽ ഒരുത്തൻ അലറിക്കരഞ്ഞുകൊണ്ട് പിന്നിലേക്ക് തെറിച്ചുപോയി. വീണ്ടും ആ തോക്കിൽ നിന്നും തീ ചിതറി. മിലി ചെവികൾ പൊത്തി. മറ്റൊരുത്തൻ കൂടി അവളുടെ കൺമുന്നിൽ പിടഞ്ഞു വീണു. ഓടി അടുത്തേക്കെത്തിയ മൂന്നാമതൊരുത്തനെ തല തിരിച്ചുപിടിച്ച തോക്കിന്റെ പാത്തി കൊണ്ട് ജഗത്ത് വീശിയടിച്ചു. ആ അടി കൊണ്ടവൻ അനക്കമില്ലാതെ താഴേക്ക് ചരിഞ്ഞു വീണു. നാലാമതൊരുത്തന്റെ കയ്യിലിരുന്ന മഴു ജഗത്തിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്നത് കണ്ടതോടെ മിലി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. വീണ്ടും തോക്കിന്റെ കാതടപ്പിക്കുന്ന ശബ്ദമുയർന്നു. ആ ശബ്ദം ചെവി പൊത്തിയ കൈകളെയും കടന്ന് അവളുടെ കർണപുടങ്ങളിൽ പതിച്ചു. ഞെട്ടിത്തുറന്ന കണ്ണുകളിലെ മിഴിച്ചുന്തിയ കൃഷ്ണമണികളിൽ തീതുപ്പുന്ന കൈത്തോക്കുമായി വട്ടം കറങ്ങുന്ന ജഗത്തിന്റെ രൂപം പതിഞ്ഞു. ആക്രമിക്കാൻ എത്തിയവരുടെ വേദന നിറഞ്ഞ കരച്ചിൽ അവിടെ ഉയർന്നു. ആ കൈത്തോക്ക് എങ്ങനെ അവന്റെ കൈകളിലെത്തിയെന്ന് ആലോചിച്ച് അത്ഭുതപ്പെട്ടിരുന്നവളെ തള്ളി മാറ്റിക്കൊണ്ട് ശ്രാവണി കാറിന്റെ ഡാഷ്ബോർഡിലെ ഗ്ലൗ കമ്പാർട്ട്മെന്റ് തുറന്ന് അതിൽ നിന്നും ഒരു കൈത്തോക്ക് വലിച്ചെടുത്തു. ആ സമയം തന്നെയാണ് അവളിരുന്ന വശത്തെ കാറിന്റെ വാതിൽ ആരോ വലിച്ചു തുറന്നത്. ശ്രാവണിയുടെ കയ്യിലിരുന്ന തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ വെടിയുണ്ട് അവനെ വീഴ്ത്തി. ജഗ്ഗുവിന്റെ സഹായത്തിനായി പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ ശ്രാവണിയും അവളെ നോക്കിയിരുന്ന മിലിയും മറുവശത്തുകൂടി എത്തിയവനെ കണ്ടില്ല. കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മിലിയോട് കാറിനകത്ത് തന്നെ ഇരുന്നാൽ മതി എന്ന് പറയാൻ വേണ്ടി തിരിഞ്ഞ ശ്രാവണി നടുങ്ങിപ്പോയി. മിലി ഇരുന്ന ഭാഗം ശൂന്യമായിരുന്നു. ആ വശത്തെ തുറന്നു കിടന്നിരുന്ന കാറിന്റെ ഡോർ അപ്പോഴും ചെറുതായി ആടുന്നുണ്ടായിരുന്നു. മിലിയുടെ അലറിയുള്ള കരച്ചിൽ മഞ്ഞുമുടി കിടന്ന തോട്ടത്തിലെ ഇരുട്ടിലൂടെ അകന്നുപോയി. അല്പം കഴിഞ്ഞതും പെട്ടെന്നാരോ വാ പൊത്തിയതുപോലെ അകലെയായി ആ കരച്ചിലും നിലച്ചു. മുന്നിൽ കത്തിക്കൊണ്ടിരുന്ന പോലീസ് ജീപ്പ് ഭീകരമായ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. തന്നെയും തോളത്തിട്ടുകൊണ്ട് ഇരുട്ടിലൂടെ അതിവേഗം ഓടുന്ന ആ മുഖംമൂടിയുടെ കൈകളിൽ കിടന്ന് പിടച്ചുകൊണ്ട് മിലി ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. കാടും പടലും ചവിട്ടി മെതിച്ചുകൊണ്ട് അയാൾ ഓടിക്കൊണ്ടിരുന്നു. ബോധം നഷ്ടപ്പെടാൻ പോകുന്നത് പോലെ തോന്നി മിലിക്ക്. മിലിമോളെ, കരയലേടാ, ഇത് ഞാനാ, പേടിക്കാതെ. ഏട്ടന്റെ ശബ്ദം കേട്ട് പിടിച്ചു നിർത്തിയതുപോലെ അവളുടെ കരച്ചിൽ നിന്നു. ഏട്ടാ! മിലിയുടെ ശബ്ദത്തിൽ അത്ഭുതവും സങ്കടവും നിറഞ്ഞിരുന്നു. കാട് പോലെ വളർന്നു കിടക്കുന്ന ആ തോട്ടത്തിലെ ഒരു മരച്ചുവട്ടിലേക്ക് അവളെ നിർത്തിയിട്ട് രാകേഷ് എളിക്ക് കൈകൾ കുത്തി നിന്ന് കിതച്ചു. എന്തൊക്കെയാ ഏട്ടാ ഇത്? ഏട്ടനാ ആ നഞ്ചപ്പയെ കൊന്നതെന്നാണല്ലോ പോലീസുകാര് പറയുന്നേ. ആരാ ഇപ്പൊ പോലീസുകാരെ ഞങ്ങളെ ആക്രമിച്ചേ? തേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ രാകേഷിന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. നീയിപ്പോ ഇങ്ങോട്ട് വരരുതായിരുന്നു മോളെ. അവളെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കൈകൾ നിശ്ചലമായി. നിങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ശബരിയോട് അങ്ങനെയൊക്കെ പറഞ്ഞയച്ചത്? ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാനും മാത്രം ഇവിടെ എന്ത് പ്രശ്നമാണ് ഉള്ളതേട്ടാ? പ്ലാസ്റ്റർ ഇട്ട കാലിൽ നിന്നുമുള്ള വേദന ഇടയ്ക്ക് കൂടിയപ്പോ സംസാരിക്കുന്നതിനിടയിൽ അവളൊന്നും ഞരങ്ങി. കാലിന് നല്ല വേദന ഉണ്ടോ മോളെ? ആ സമയത്തും അവന്റെ സ്വരത്തിൽ അനുഗമം നിറഞ്ഞിരുന്നു. ഇടയ്ക്ക് ഇങ്ങുന്ന പോലെയുണ്ട്, അത് സാരമില്ല. ഏട്ടാ, ഞാൻ ചോദ്യത്തിന് ഉത്തരം പറ. ഞാനിവിടെ വന്നപ്പോ മുതൽ പ്രശ്നങ്ങളാ. ആ നഞ്ചപ്പയുടെ ആൾക്കാരാന്നോ ഇതിനൊക്കെ പിന്നില്? അല്ല മോളെ, മാത്രമല്ല നീ അറിഞ്ഞതുപോലെ ആ നഞ്ചപ്പയെ കൊന്നതും ഞാനല്ല. പിന്നെ ആരാ? ആകാംക്ഷ നിറഞ്ഞ അവളുടെ കണ്ണുകൾ ആ ഇരുട്ടിലും തിളങ്ങി. അതൊക്കെ നീ അറിയാതിരിക്കുന്നതാ നല്ലത്. ആ സ്റ്റേഷൻ ആക്രമിച്ചത് നഞ്ചപ്പയുടെ ആൾക്കാരാണെങ്കിലും ഇപ്പോ നിങ്ങൾ വന്ന വണ്ടികൾ ആക്രമിച്ചത് വേറൊരു കൂട്ടരാ. അവർക്കാവശ്യം എന്നെയാ. നിന്നെ പിടികൂടിയാൽ ഞാൻ കീഴടങ്ങുമെന്ന് അറിയാവുന്നത് കൊണ്ടാ നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഇന്നവർ ശ്രമിച്ചത്. ഇതിപ്പോ തൽക്കാലം രക്ഷപ്പെട്ടു വന്നേ ഉള്ളൂ. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്കാവില്ല. ഏട്ടാ, ഞാനിപ്പോ നിൽക്കുന്ന വീട്ടിലെ ജഗത്ത് ആവണിമുറ്റത്തെ നമ്മുടെ മാധവനുണ്ടെ തന്നെ മരുമകനാ. അത് മാത്രമല്ല, അയാളൊരു IPS കാരനും കൂടിയാ. ഏട്ടാ, സംഭവിച്ചതൊക്കെ അയാളോട് പറയും. അയാൾ വിചാരിച്ച ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. രാകേഷ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു. വേട്ടയാടപ്പെടുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ നിറഞ്ഞിരുന്നു ആ ചിരിയിൽ. സായുധരായ ഒരു കൂട്ടം പോലീസുകാരെ അവരെ ആക്രമിച്ചത് നീ കണ്ടതല്ലേ? ഇവിടം സുരക്ഷിതമല്ല. എത്രയും വേഗം നീ നാട്ടിലേക്ക് പോകണം.
ഇനി ഈ നശിച്ച സ്ഥലത്തേക്ക് തിരികെ വരികയും ചെയ്യരുത്. ഇവരൊക്കെ ആരാന്നേ? ഏട്ടൻ ഇപ്പോഴും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ മോളെ, ഒറ്റ വാക്കിൽ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്ന കൂട്ടരല്ല അവര്. നമ്മുടെയൊക്കെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ജീവിക്കുന്നവരാ. അബദ്ധവശാല് ഞാനും ആ കൂട്ടരുടെ ഇടയിൽ പെട്ടുപോയി. അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ അനന്തരഫലങ്ങളാ നീ ഇപ്പോ കാണുന്നത്. ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല മിനു. പക്ഷേ നിന്നെ എനിക്ക് രക്ഷിച്ചാൽ മതിയാവൂ. ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റുമോ ഏട്ടാ? നേരം വെളുക്കാതെ അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. ഇവിടെയും നിൽക്കാൻ പറ്റില്ല. അവന്മാർ ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കും. പിന്നെ എന്ത് ചെയ്യും ഏട്ടാ? വൈകുന്നേരം മടിക്കേരിയിൽ ബസ്സിറങ്ങിയപ്പോൾ മുതൽ അനുഭവിച്ചു വന്ന പിരിമുറുക്കവും ഭയവും അവരുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു 3-4 തൂണുകൾ കാണാം. പണ്ടെങ്ങും ഉണ്ടായിരുന്ന ഒരു ഷെഡിന്റെ ബാക്കി ഭാഗമാണത്. അവിടെ 4ാമത്തെ തൂണിനോട് ചേർന്ന് താഴെയായി ഒരു ചെറിയ അറയുണ്ട്. അതിനകം സേഫാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നിനക്ക് നടക്കാൻ പറ്റുമോ? കാല് നിലത്ത് കുത്തണ്ടെന്നാ ഡോക്ടർ പറഞ്ഞ്. എന്നാ വാ, ഞാൻ എടുക്കാം. അവൾക്ക് നേരെ കൈനീട്ടുമ്പോഴേക്കും മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞവരുന്ന ശബ്ദം കേട്ടു. വെലു, അവരെത്തിയെന്ന് തോന്നുന്നു. എന്നെ നോക്കണ്ട, നീ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്താൻ നോക്ക്. ഏട്ടാ എനിക്ക് പറ്റില്ല ഏട്ടാ. അവൾ ഏങ്ങളടിച്ച് കരയാൻ തുടങ്ങി. നിനക്ക് പറ്റുമോളെ, ഇടത്തെ കാല് ശക്തിയായി കുത്താതെ നോക്കിയാൽ മതി. ചെല്ല്, സമയമില്ല. അവൾ കണ്ണുകൾ തുടച്ച് അവനെ നോക്കി മടിച്ചു നിന്നു. പാന്റിന്റെ പോക്കറ്റിൽ നിന്നും അവനൊരു കടലാസ് കഷ്ണം എടുത്ത് നീട്ടി. ഇത് നീ സൂക്ഷിച്ചു വെക്കണം മോളെ. ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള ആളുകളിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഇത് നീ ഒരു കാരണവശാലും ജഗത്തിന് ഏൽപ്പിക്കരുത്. നാട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വേണം ഏൽപ്പിക്കുവാൻ. അവളത് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് തലകുലുക്കി. ചെല്ല്, സമയമില്ല കളയാൻ. അവളെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ട് അവൻ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കൈത്തോക്കെടുത്ത് പിടിച്ചു. അങ്ങകലെ ഇരുട്ടിൽ നിന്നും ഒരു വെടി പൊട്ടി. ചെവിക്കരികിൽ കൂടി എന്തോ ഒന്ന് മൂളിപ്പാഞ്ഞ് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. തൊട്ടടുത്തു നിന്നിരുന്ന മരത്തിന്റെ ഒരു ഭാഗം ചിതറിത്തെറിച്ചു. മഞ്ഞിൽ നിന്നും 4-5 പേർ വെളിയിലേക്ക് വന്നു. അവരുടെ കയ്യിൽ തോക്കുകളും മഴവും വാളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഓടിക്കോ മിലി, ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രാകേഷ് തോക്കിന്റെ കാഞ്ചിൽ വിരലമർത്തി. വെടിയുണ്ടകൾ തീ ചിതറിക്കൊണ്ട് പുകമഞ്ഞിലൂടെ ചീറിപ്പാഞ്ഞു. ഇടത്തേക്കാല ആയസപ്പെട്ട് നിലത്ത് കുത്തി മുന്നിലേക്ക് ഓടാൻ തുനിഞ്ഞ മിലിയുടെ കയ്യിൽ മരത്തിന് പിന്നിലെ ഇരുട്ടിൽ നിന്നും ആരോ പിടിച്ചു വലിച്ചു. ആ പിടിവലിയിൽ അവളുടെ കയ്യിലിരുന്ന കടലാസ് കീറിപ്പോയത് അവൾ അറിഞ്ഞില്ല. ഞാനാ ജഗത്ത്. ആ കേട്ട വാക്കുകൾ നൽകിയ ആശ്വാസത്തോടെ അവൾ ബലം പിടിക്കുന്നത് നിർത്തിയതോടെ അവൻ അവളെ എടുത്ത് തോളിലേക്ക് കിടത്തി. അവളെയും കൊണ്ട് മുന്നിലേക്കൂടി ജഗത്തിന്റെ തോളിൽ ചാഞ്ഞു കിടക്കുമ്പോൾ കയ്യിലിരുന്ന കടലാസിനെ കുറിച്ച് എന്തുകൊണ്ട് ജഗത്തിനോട് പറയണ്ട എന്ന് ഏട്ടൻ പറഞ്ഞു എന്നതായിരുന്നു അവളുടെ സംശയം. അതോടൊപ്പം തന്നെ പിന്നിൽ ഉയർന്ന വെടിവെച്ചുകളുടെ നടുവിൽ ഏട്ടനും ഉണ്ടല്ലോ എന്നുള്ള ആശങ്കയും അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. വേഗത്തിലും എന്നാൽ പരിസരം ശ്രദ്ധിച്ചുകൊണ്ടുമായിരുന്നു ജഗത്ത് മുന്നോട്ട് നടന്നത്. ഏട്ടൻ സൂചിപ്പിച്ച തൂണിനടിയിലുള്ള രഹസ്യ സ്ഥലത്തെക്കുറിച്ച് അവനോട് പറയണോ എന്ന് മിലി ആലോചിച്ചെങ്കിലും ജഗത്തിനോട് പറയരുത് എന്ന മുന്നറിയിപ്പോടെ തന്നെ ഏൽപ്പിച്ച കടലാസിനെ കുറിച്ച് ഓർത്തതും ആ സ്ഥലത്തെക്കുറിച്ചും അവനോട് പറയണ്ട എന്ന് അവൾ തീരുമാനിച്ചു. ഒരുപക്ഷേ ജഗത്തറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ അതിലൊക്കെ അടങ്ങിയിരിക്കാമെന്ന് അവൾക്ക് തോന്നി. വലത്തെ കൈക്കുള്ളിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന പേപ്പറിന്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ അത്രയും കീറിപ്പോയതറിയാതെ അവൾ ജഗത്തിന്റെ തോളിൽ ഒതുങ്ങിക്കിടന്നു. അല്പദൂരം കൂടി മുന്നോട്ട് നടന്ന ജഗത്ത് വലിയൊരു മരത്തിന് ചുവട്ടിലെത്തിയതും അവിടെ നിന്ന് ചുറ്റിനുമൊന്ന് നോക്കി. ഇരുട്ടും മഞ്ഞും ദൂരേക്കുള്ള കാഴ്ചകൾ മറച്ചിരുന്നു. മിലിയെ താഴെ നിർത്തിയിട്ട് അവൻ ആ വീതിയുള്ള മരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണുകിടക്കുന്ന വള്ളികളിൽ പിടിച്ച് ബലം നോക്കി. എന്താ ചെയ്യാൻ പോണേ? തീരെ അവശയായിരുന്നെങ്കിലും അവന്റെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന മിലി ചോദിച്ചു. താഴെ കഴിയുന്നതേ സേഫ് അല്ല. അവന്മാർ അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മൃഗങ്ങളും കണ്ടേക്കാം. അങ്ങോട്ട് തിരികെ പോകാനും ഇപ്പോൾ സാധ്യമല്ല. അവിടെ മുഴുവൻ അവന്മാരുണ്ട്. ഈ മരത്തിന്റെ മുകളിലേക്ക് കയറാൻ പോവാണോ? വലിയൊരു കൂടാരം പോലെ ഇരുട്ടിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരത്തിന്റെ മുകളിലേക്ക് നോക്കി അവൾ ഭയത്തോടെ ചോദിച്ചു. അതെ, വാ, അവൻ വിളിച്ചു. എങ്ങോട്ട്? അവൾ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി. താനേ ഇങ്ങ് വന്നിട്ട് തന്റെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും എന്നെ മുന്നിൽ നിന്നും വട്ടം കെട്ടിപ്പിടിക്കും. അവൾ മടിഞ്ഞു നിന്ന് നഖം കടിച്ചു. എന്നൊരു കാര്യം ചെയ്യ്, മോൾ ഇവിടെ നിന്നോ. നാളെ നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടേ കാണാം. വള്ളികളിൽ പിടിച്ച് ഒന്നുകൂടി ബലം നോക്കിയിട്ട് അവൻ വലത്തേക്കാല് മരത്തിലേക്ക് വെച്ചു. എന്നെയും എടുത്തോണ്ട് കയറാൻ പറ്റുമോ? ആകപ്പാടെ തീപ്പെട്ടിക്കൊള്ളിയുടെ അത്ര ഉണ്ട്. അവളുടെ ചോദ്യം കിട്ടില്ലേ? അവൻ വള്ളിയിൽ തൂങ്ങിയതും അവൾ മുന്നിലേക്ക് ഒരു ചൂട് വെച്ചു. അയ്യോ, ഞാനും വരുന്നുണ്ട്. എന്നാ പിന്നെ മടിച്ചു നിൽക്കാതെ വേഗം വാങ്ങോട്ട്. അവൻ സ്വരം കടുപ്പിച്ചതും അവൾ കയ്യിലിരുന്ന കടലാസ് കഷ്ണം ചുരിദാറിന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അവന്റെ കൈകൾക്കുള്ളിലേക്ക് കയറി.
അവൻ അവളെ അരക്കെട്ടിലേക്ക് വലിച്ചു പൊക്കിയപ്പോ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും അവൾ അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു. രണ്ട് കൈകൾ കൊണ്ടും വള്ളികളിൽ പിടിച്ച് കാലുപയോഗിച്ച് മരത്തിൽ ചവിട്ടി അവൻ മുകളിലേക്ക് പിടിച്ചു കയറാൻ തുടങ്ങി. വയറിൽ പൊത്തിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിക്കുരങ്ങനെയും കൊണ്ട് മരം കയറുന്ന തള്ളക്കുരങ്ങനെ പോലെ ജഗത്ത് സാവധാനം മുകളിലേക്ക് കയറി. മുകളിൽ നീളവും വലിപ്പവുമുള്ള രണ്ട് ശിഖരങ്ങൾക്കിടയിൽ പറ്റിയ ഒരു ഇടം കണ്ടതും ജഗത്ത് മിലിയെയും കൊണ്ട് അതിനിടയിലേക്ക് വലിഞ്ഞു കയറി. ആ രണ്ട് ശിഖരങ്ങൾ ചേർന്ന് ഒരു തോണി പോലെ രൂപപ്പെട്ടു കിടന്നിരുന്ന സ്ഥലത്ത് ഒരാൾക്ക് സുഖമായി കിടക്കാൻ സാധിക്കുമായിരുന്നു. അവളെയും കൊണ്ട് അവിടെ ഇരിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിയതും നെഞ്ചിൽ പറ്റിപ്പിടിച്ച് കിടന്ന അവളെ അങ്ങനെ തന്നെ കിടത്തിക്കൊണ്ട് അവൻ ആ ശിഖരങ്ങൾക്കിടയിലേക്ക് മലർന്നു കിടന്നു. നേരം വെളുക്കോളം ഇങ്ങനെ കിടക്കാനാണോ? എന്തേ, കുഴപ്പമുണ്ടോ? അതിനവൾ മറുപടി പറഞ്ഞില്ല. വേറെ നിവൃത്തിയില്ല കൊച്ചേ. മൂളിയെങ്കിലും ഒരു ദിവസത്തെ പരിചയം പോലുമില്ലാത്ത അവന്റെ നെഞ്ചിൽ അങ്ങനെ അമർന്നു കിടക്കേണ്ടി വന്നതിന്റെ ചളിപ്പു സങ്കോചവും ആ തളർച്ചയിലും അവളെ പരവശയാക്കി. ശിഖരങ്ങൾക്കിടയിലൂടെ കാണുന്ന ചന്ദ്രക്കീറ് നോക്കിക്കൊണ്ട് അവനും കിടന്നു. നെഞ്ചിൽ അമർന്നു കിടക്കുന്ന അവളുടെ ഗന്ധവും ആ മാറിടങ്ങളുടെ മാർദ്ദവും അവനെയും അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. ശ്രാവണി ചേച്ചി? അവൾ മുഖമുയർത്താതെയാണ് ചോദിച്ചത്. അവള് സേഫ. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ. അപ്പോഴാ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടത്. അതാണല്ലേ നിന്റെ ഏട്ടൻ? മൂളുന്നതിനിടയിൽ സങ്കടം കൊണ്ട് അവളുടെ സ്വരം വിറച്ചു. ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നാ? വിഷമിക്കണ്ട. തൽക്കാലം സ്വന്തം രക്ഷ നോക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. രാകേഷ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അയാൾ എന്തൊക്കെയോ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അയാളുടെ പുറകെയുള്ള ആളുകളുടെ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമാകാനും വഴിയില്ല. മറുപടി പറയാതെ എല്ലാം കേട്ടും കൊണ്ട് അവൾ ആ നെഞ്ചിൽ സങ്കടത്തോടെ കിടന്നു. അയാൾ ഏൽപ്പിച്ച കടലാസ് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ ചോദ്യം കേട്ട് അവൾ ഭയങ്കരമായി ഞെട്ടിപ്പോയി. ഏട്ടൻ തന്നോട് സംസാരിച്ചതെല്ലാം അയാൾ കേട്ടിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഉണ്ട്. സത്യം ഒളിപ്പിച്ച് വെച്ചിട്ടിനി കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവളുടെ സ്വരം നേർത്തിരുന്നു. താഴെ കിടക്കുന്നവൻ ശത്രുവോ മിത്രമോ എന്നറിയാതെ അവളുടെ മനസ്സുഴറി. പക്ഷെ കൂടുതൽ ചിന്തിക്കാൻ കഴിയാത്ത വിധം തളർച്ചയും അപ്പോഴവളെ ബാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ആ കടലാസിനെ കുറിച്ച് തന്നോട് പറയണ്ട എന്ന് രാകേഷ് അവളോട് പറഞ്ഞതെന്ന് ചിന്തിക്കുകയായിരുന്നു ജഗത്തപ്പോൾ. തണുപ്പിന് സൂചിമുനയേക്കാൾ മൂർച്ചയുണ്ടെന്ന് തോന്നിപ്പിച്ചും കൊണ്ട് നിമിഷങ്ങൾ കടന്നുപോയി. ക്രമത്തിലുള്ള ശ്വാസോച്ഛ്വാസം മിലി ഉറക്കത്തിലേക്ക് വീണു എന്നവൻ അറിയിച്ചു. അവനെ കൂടുതൽ അസ്വസ്ഥനാക്കിക്കൊണ്ട് അവളുടെ ശരീരം കൂടുതൽ അവനിലേക്ക് അമർന്നു. തണുപ്പ് കൊണ്ട് വിറക്കാൻ തുടങ്ങിയവളെ അവൻ ഒന്നുകൂടി അടക്കി പിടിച്ച് ചൂട് പകരാൻ ശ്രമിച്ചു. ഇളകാൻ തുടങ്ങിയ മനസ്സിനെയും പുറത്തെ തണുപ്പിനെ തോൽപ്പിക്കും വിധം ചൂടുപിടിച്ച ഞരമ്പുകളെയും അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ ഭാരവും താങ്ങി അവൻ കിടന്നു. അല്പസമയം കൂടി അങ്ങനെ കടന്നുപോയി. ഉറക്കം ജഗത്തിനെയും കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ആ സമയത്താണ് താഴെ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. ഉറങ്ങിക്കിടന്ന മിലിയെ ശല്യപ്പെടുത്താതെ തന്നെ അവൻ തല ചരിച്ചു നോക്കി. തോക്കുകൾ ഉൾപ്പെടെ പലവിധത്തിലുള്ള ആയുധങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു. രാകേഷിനെ കുറിച്ചും മിലിയെക്കുറിച്ചുമൊക്കെ അവർ തമ്മിലിടക്ക് സംസാരിക്കുന്നവൻ കേട്ടു. ഒരുപക്ഷേ രാകേഷ് രക്ഷപ്പെട്ട് കാണും. ഇവന്മാർ അവനെയും മിലിയെയും അന്വേഷിക്കുന്നതാവും. അവരെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്ന് അറിയുവാനായി ജഗത്ത് കാതുകൾ കുറിപ്പിച്ച് അനങ്ങാതെ കിടന്നു. രാകേഷ് മിലിക്ക് കൈമാറിയ കടലാസിനെ കുറിച്ച് അവന്മാർ പറയുന്നത് കേട്ടപ്പോ അതെങ്ങനെ അവർ അറിഞ്ഞു എന്നവൻ അത്ഭുതപ്പെടുകയും ചെയ്തു. ക്രമേണ ആ തിരച്ചിൽ സംഘത്തിന്റെ ശബ്ദം അകന്നുപോയി. സ്വെറ്റർ ഉണ്ടായിരുന്നിട്ട് പോലും അവൾ തണുപ്പുകൊണ്ട് വിറക്കുന്നത് ശ്രദ്ധിച്ച ജഗത്ത് തന്റെ കോട്ടുകൊണ്ടുകൂടി അവളെ പുതപ്പിക്കാൻ ശ്രമിച്ചു. എപ്പോഴോ അവനും മരിച്ചതുപോലെ ഉറങ്ങിപ്പോയി. കിളികളുടെ ശബ്ദം കേട്ടാണ് മിലി ഉറക്കമുണർന്നത്. ഒരു നിമിഷത്തേക്ക് താൻ എവിടെയാണ് കിടക്കുന്നതെന്ന ബോധമുണ്ടായില്ലെങ്കിലും അടുത്ത നിമിഷം താഴെ കിടക്കുന്നവന്റെ ശ്വാസഗതി അവളെ കഴിഞ്ഞുപോയ രാത്രി ഓർമ്മിപ്പിച്ചു. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അന്തരീക്ഷത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി ഭൂമിയെ കീഴടക്കിയിരുന്ന മൂടൽമഞ്ഞ് പിരിയാൻ മടിച്ചുകൊണ്ട് ഇലകളെയും ചെടികളെയും തൊട്ട് തലോടി നിൽക്കുന്നുണ്ട്. അതിനിടയിലൂടെ നൂണ്ടു കയറി വരുന്ന സൂര്യരശ്മികൾ മനോഹരമായ കാഴ്ചയൊരുക്കിക്കൊണ്ട് ഭൂമിയെ തൊടുന്നു. കണ്ണുകൾ തിരുമിക്കൊണ്ട് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവന്റെ കൈകൾ തന്നെ വലയം ചെയ്തിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞത്. ഒരു രാത്രി മുഴുവൻ അവന്റെ നെഞ്ചിൽ ആ കരവലയത്തിൽ ഒതുങ്ങി കിടക്കുകയായിരുന്നു എന്ന ചിന്തയിൽ മിലിക്ക് എന്തെന്നില്ലാത്ത ചളിപ്പോ പരവേശമോ ഒക്കെ തോന്നി. അതോടൊപ്പം വല്ലാത്ത ദാഹവും. അവൾ വീണ്ടും ഒന്ന് അനങ്ങിയപ്പോൾ ജഗത്ത് കണ്ണുകൾ തുറന്നു. അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന കൈകൾ എടുത്തു മാറ്റി അവൻ ഒന്ന് കോട്ടുവായിട്ടതിനു ശേഷം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. അവന്റെ കോട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവൾ താഴേക്കൊന്ന് നോക്കി. ആ മരത്തിന്റെ ഉയരം മനസ്സിലാക്കിയതും അവളുടെ കൈകാലുകൾ വിറച്ചുപോയി. കണ്ണുകൾ ഇറുക്കി അടച്ച് അവൾ തിരികെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. ജഗത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി.
തലേ രാത്രിയിൽ ആളുകൾ ചവിട്ടിമെതിച്ച് കടന്നുപോയതിന്റെ അവശേഷിപ്പുകൾ താഴെയുള്ള ചെടികളിൽ കാണുന്നുണ്ടായിരുന്നു. ഇറങ്ങാം, അവൻ ചോദിച്ചു. അവൾ കണ്ണുകൾ പൂട്ടിക്കൊണ്ട് തന്നെ തലയിളക്കി. തലേ ദിവസം മുകളിലോട്ട് കയറിയതുപോലെ തന്നെ അവളെ കൊണ്ട് തന്റെ ശരീരത്തിൽ വട്ടം പിടിപ്പിച്ചിട്ട് വള്ളികളിൽ തൂങ്ങി അവൻ താഴേക്കിറങ്ങി. നിലത്ത് കാൽ കുത്തിയതും മിലി ആശ്വാസത്തോടെ കണ്ണുകൾ തുറന്നു. എങ്ങനെയുണ്ടായിരുന്നു രാത്രിയിൽ ഉറക്കം? ക്ഷീണം കാരണം കണ്ണടച്ചത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ ചോദ്യത്തിനുള്ള മറുപടിയിൽ അവന്റെ ശരീരത്തിന്റെ ചൂടുപറ്റിക്കിടന്ന ഓർമ്മയും കൂടി ഉണ്ടായിരുന്നത് അവളെ നിശബ്ദയാക്കി. ഒരു ചെറു ചിരിയോടെ അവൻ അവളുടെ കൈ കവർന്നെടുത്തു. വാ. ഏട്ടൻ? ആപച്ചങ്ക വിട്ടൊഴിയാത്ത അവളുടെ കണ്ണുകൾ അവനിൽ സഹതാപമുണർത്തി. പോയി നോക്കാം. അവളുടെ കണ്ണുകളിലെ ആശങ്ക യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത തള്ളിക്കളയാതെ അവളെ കൈകളിലെടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന മൊബൈൽ വൈബ്രേറ്റ് ചെയ്തത്. അവൻ ഫോൺ എടുത്തു നോക്കി. ശ്രാവണിയുടെ കോൾ ആയിരുന്നു അത്. അവൻ ഫോണിൽ സംസാരിക്കുന്നതും അങ്ങേ തലയ്ക്കൽ നിന്നും പറയുന്ന കാര്യങ്ങൾ കേട്ട് മൂളുന്നതും ഇടയ്ക്ക് തന്നെ നോക്കുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് മിലി അവിടെ നിന്നു. പോകാം നമുക്ക്. ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ജഗത്ത് ചോദിച്ചു. എന്താ ചേച്ചി പറഞ്ഞേ? ഓ അതോ, നമ്മൾ സേഫ് അല്ലെന്ന് തിരക്കിയതാ. കൂടുതലൊന്നും പറയാതെ തന്നെയും എടുത്ത് മുന്നോട്ട് നടന്നവന്റെ മുഖം അത്രയും നേരത്തെ പ്രസന്നത വെടിഞ്ഞ് കനത്തതിന് പിന്നിൽ എന്തായിരിക്കുമെന്ന ചിന്തയിൽ അവളുടെ മനസ്സും അസ്വസ്ഥമായി. മുന്നോട്ട് നടക്കുന്തോറും അടുത്തു വരുന്ന സംഭാഷണ ശകലങ്ങൾ അവളിൽ ഭയം ജനിപ്പിച്ചു. പേടിക്കണ്ട, പോലീസാ. അവളുടെ മുഖഭാവം ശ്രദ്ധിച്ച ജഗത്ത് ആശ്വസിപ്പിച്ചു. വലിയൊരു കൂട്ടം പോലീസുകാരുടെ നടുവിലേക്കാണ് അവർ നടന്നു ചെന്നത്. ശ്രാവണിയെയും തലേദിവസം ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഡോക്ടർ ദിനുവിനെയും ASP നരേനെയും ജഗത്തിന്റെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ കണ്ടു. അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവൻ അവളെ നിലത്തു നിർത്തി. ആ മിലി വരൂ. നരേൻ വിളിച്ചപ്പോൾ മിനി ആശങ്കയോടെ ശ്രാവണിയെയും ജഗത്തിനെയും നോക്കി. സാരമില്ല, വരൂ. ശ്രാവണി അനുകമ്പയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. ശ്രാവണിയുടെയും ജഗത്തിന്റെയും കൈകളിൽ തൂങ്ങി അവൾ മെല്ലെ ചുവടുകൾ വെച്ചപ്പോൾ വട്ടം കൂടി നിന്നിരുന്ന പോലീസുകാർ വഴിയൊഴിഞ്ഞു. വെടിയുണ്ടകളേറ്റ് തകർന്ന ശരീരവുമായി രാകേഷ് അവിടെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഒന്നേ നോക്കിയുള്ളൂ. ഉഴഞ്ഞു വീഴാൻ തുടങ്ങിയ മിലിയെ ജഗത്തിന്റെയും ശ്രാവണിയുടെയും കൈകൾ താങ്ങി. തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്